ഇപ്പോൾ മലയാളി മജീഷ്യൻസ് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ആ സംഘടനയെക്കുറിച്ചും ഒക്കെ പറയുകയുണ്ടായി. അത് മാത്രമല്ലാതെ വേറെയും ഇതുപോലെ കുട്ടികളിൽ മൂല്യം, നല്ല പോസിറ്റീവ് ചിന്തകളൊക്കെ വരുത്തുന്നതിനുള്ള ഒരു സംഘടനയെ ചേർന്ന് പ്രവർത്തിക്കുന്നതായും മറ്റ് സംഘടനകളുടെ ഭാരവാഹിയൊക്കെ ആയിട്ട് നിൽക്കുന്നതായി കേട്ടിട്ടുണ്ട്. അപ്പോൾ അവയെക്കുറിച്ചൊന്ന് പറയാമോ? അതായത് ഇതും ഇതുപോലെ തന്നെ കൊച്ചി കേന്ദ്രമായിട്ട് ഹാപ്പി ഹോം എന്നൊരു സംഘടനയുണ്ട്. ഹാപ്പി ഹോം എന്ന് പറയുന്ന പ്രധാന പ്രവർത്തന ലക്ഷ്യം എന്ന് പറയാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യുവാക്കളിലും ചെറുപ്പക്കാരിലും മാതാപിതാക്കളിലും ഒക്കെ തന്നെ മൂല്യബോധം എത്തിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്ന് എല്ലാ കുഴപ്പങ്ങൾക്കും അല്ലെങ്കിൽ വീട്ടിലെ വഴക്കുകൾക്കൊക്കെ കാരണം സ്നേഹത്തിൻ്റെ പോരായ്മയാണ്. നാം പലപ്പോഴും പറയാറുണ്ട്, മാതാപിതാക്കൾ ഞങ്ങളൊക്കെ മക്കളെ നന്നായിട്ട് സ്നേഹിച്ചാണ് വളർത്തുന്നത് എന്ന്. പക്ഷെ മക്കൾ പറയും ഞങ്ങളെ ആരും സ്നേഹിച്ചിട്ടില്ല എന്ന് പറയും. പക്ഷേ അതിൻ്റെ സത്യത്തിൽ കുഴപ്പം മാതാപിതാക്കൾക്കാണ്. കാരണം അവർ നൽകിയ സ്നേഹം യഥാർത്ഥ സ്നേഹമല്ല എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥ സ്നേഹം അല്ലാത്തതുകൊണ്ടാണ് മക്കൾ പറയുന്നത് ഞങ്ങളെ ആരും സ്നേഹിച്ചിട്ടില്ല എന്ന്. പലപ്പോഴും ഈ സ്നേഹം ആർക്ക് കിട്ടുന്നോ അവരാണ് തീരുമാനിക്കേണ്ടത് ഞങ്ങളെ സ്നേഹിച്ചു എന്നത്. അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, അവരുടെ മനസ്സിന് സുഖം വരുന്ന രീതിയിൽ സ്നേഹം കൊടുത്തെങ്കിൽ മാത്രമേ സ്നേഹമാവുകയുള്ളൂ. അതുകൊണ്ട് യഥാർത്ഥ സ്നേഹം എന്താണെന്ന് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംഘടനയാണിത്. ഈ സ്നേഹം മാത്രമല്ല, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ആശയവിനിമയ സിദ്ധാന്തം, ശരിയായ ആശയവിനിമയം എങ്ങനെ നടത്തണം എന്നും കൂടി ഞങ്ങൾ പ്രചരിപ്പിച്ചു വരികയാണ്. അത് കൗൺസിലിങ്ങിലൂടെയും ക്ലാസ്സുകളിലൂടെയും പുസ്തക ചർച്ചകളിലൂടെയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കേരളം മൊത്തം ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിശേഷങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ മജീഷ്യൻ ആയതുകൊണ്ട് കൂടുതൽ പ്രേക്ഷകർക്കും കൗതുകം. എനിക്കൊന്ന് ഇടയ്ക്കിടയ്ക്ക് മാജിക് കാണാൻ തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു മാജിക് കൂടി ഇനി നമുക്ക് പ്രേക്ഷകർക്കായി കാണിച്ചു തരാൻ കഴിയും. ഇപ്പോൾ തീർച്ചയായിട്ടും ഈ ക്ലാസ്സുകൾ നടത്തുമ്പോൾ എന്താ ഒരു മാജിക് ഇപ്പോൾ പ്രേക്ഷകർക്കായി ഒരു മാജിക് കൂടെ കാണിച്ചു തരാൻ കഴിയും ഇപ്പോൾ? തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കൈരളി എന്നെഴുതിയിരിക്കുന്ന ഒരു പേപ്പർ സ്ട്രിപ്പാണ്. അത് നോക്കുക. ഇതിൻ്റെ ഒരു അല്പം കീറി ഇപ്പം കേരളി എന്ന് വായിക്കാം. വീണ്ടും അല്പം കൂടി കീറുന്നു, ഇപ്പോൾ കരളി എന്ന് വായിക്കാം. വീണ്ടും ഒന്നുകൂടി കീറി കഴിഞ്ഞാൽ നമുക്ക് രളി എന്ന് വായിക്കാം. വീണ്ടും ഇപ്പോൾ കീറുമ്പോൾ വെറും ലീ എന്ന് വായിക്കാം. നമുക്കറിയാം, കൈരളി എന്ന ചാനലിനെ ഒരാൾക്കും തകർക്കാൻ കഴിയില്ല. എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഈ പേപ്പർ കഷ്ണങ്ങൾ ഒന്ന് പതുക്കെ മടക്കുന്നു. വീണ്ടും ഒന്നുകൂടി മടക്കി, വീണ്ടും ഒന്നുകൂടി മടക്കി, അബ്രാക്കഡബ്ര ഹോക്കസ് ഫോക്കസ് റെഡി 1 2 3 എന്ന് പറഞ്ഞു കഴിഞ്ഞ് നിവർത്തിക്കഴിഞ്ഞാൽ നോക്കൂ, ആ കൈരളി പ്രസ്ഥാനം പഴയതുപോലെ വരും. ഇതാണ്. ഇവിടെയും പേപ്പർ ഇരിപ്പുണ്ട്. ഞാനും ചുമ്മാ കീറി നോക്കിയാലെന്ന് വിചാരിക്കായിരുന്നു. ഈ ഒരു മാജിക്, ഇപ്പൊ കാണിച്ച മാജിക്, ഇതും ക്ലോസപ്പ് മാജിക് വിഭാഗത്തിൽ പെടുന്നത് തന്നെയാണ്. ഇത് ക്ലോസപ്പാണ്. അത്യാവശ്യം സ്റ്റൈലും കളിക്കാത്, എങ്കിലും ഇത് ക്ലോസപ്പ് വിഭാഗത്തിൽ പെടുന്നതാണിത്. ഇപ്പോൾ നേരത്തെ നമ്മുടെ മാന്ത്രിക മുത്തശ്ശനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് നമ്മുടെ ഇവിടെ പൊതുവെ മജീഷ്യന്മാർ ആഘോഷിക്കാറില്ല. അപ്പോൾ അത്തരത്തിലുള്ള അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? ഫെബ്രുവരി 9. അതായത് ഫെബ്രുവരി 9 നമ്മുടെ മാന്ത്രിക മുത്തച്ഛൻ വാഴക്കുന്നം നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിൻ്റെ ചരമദിനം. ഈ ചരമദിനത്തിന് എല്ലാ വർഷവും എല്ലാ ഫെബ്രുവരി 9 കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏതെങ്കിലും മജീഷ്യന്മാരുടെ സംഘടനകൾ, കൊച്ചു സംഘടനകളോ അല്ലെങ്കിൽ വ്യക്തികളോ ഇത് ഏറ്റെടുത്ത് നടത്താറുണ്ട്, കൺവെൻഷനായിട്ട് നടത്താറുണ്ട്. അപ്പം അതിനകത്ത് പ്രധാനമായിട്ടുള്ളത് വാഴക്കുന്നത്തിൻ്റെ അതായത് പ്രഭാഷണം, അനുസ്മരണ പ്രഭാഷണം, കൂടാതെ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിൽ മാജിക് മത്സരങ്ങൾ, അതുപോലെ തന്നെ വൈകിട്ട് ഗാലാ ഷോ എന്ന് പറഞ്ഞാൽ പ്രഗത്ഭ മജീഷ്യന്മാർ എന്നുള്ള ഷോ കാണിക്കും. അതുപോലെ തന്നെ മാജിക് ക്ലാസ് കൂടി ഉൾപ്പെടുത്താറുണ്ട്.
ഇതിനേക്കാളൊക്കെ ഉപരിയായി ഈ മജീഷ്യന്മാർക്ക് മാജിക് ഗുഡ്സ് വാങ്ങിക്കാനുള്ള സ്റ്റാളുകളും ധാരാളം ഉണ്ടായിരിക്കും. ഒരു സാധാരണ 1 ഡേ കൺവെൻഷൻ അല്ലെങ്കിൽ 2 days ആയിരിക്കും, മിക്കവാറും 1 day ആയിരിക്കും ഉള്ളത് കൺവെൻഷൻ. ഇങ്ങനെ ഈ പ്രാവശ്യം മാജിക് സൊസൈറ്റിയാണ് ഫെബ്രുവരി 9 എറണാകുളത്ത് വെച്ച് നടത്തിയത്. ഞങ്ങൾ 2010-ലും 1999-ലും ഇതേ പരിപാടി നടത്തുകയുണ്ടായി എറണാകുളത്ത്. മലയാളത്തിൻ്റെ മാന്ത്രിക മുത്തച്ഛനിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യനിൽ നിന്നാണ് ഈ ചേപ്പമ്പന്തം വിദ്യ പഠിച്ചത് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെയാണ് മാജിക്കിലോട്ടുള്ളൊരു താല്പര്യം വന്നത്? എങ്ങനെയാണ് നല്ലൊരു ഗുരുവിനെ കിട്ടിയത്? എന്തായിരുന്നു ആദ്യം പഠിച്ച് ചെയ്ത ആ ഒരു ട്രിക്ക് എന്തായിരുന്നു? അതായത് വളരെ കുട്ടിക്കാലം മുതൽ തന്നെ മാജിക്കിനോട് താല്പര്യമുണ്ട്. മാജിക്കാണെന്ന് അറിയാൻ പാടില്ലെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ പൊടിക്കൈകൾ പ്രയോഗിക്കാറുണ്ടായിരുന്നു. ഇത് ഒരു ഗുരുവിൽ നിന്ന് ആദ്യമായി പഠിച്ചത് ഒരു 80-ലാണ്, 1980-ൽ. അപ്പോൾ ഞാൻ കപ്പൽശാലയിലാണ് വർക്ക് ചെയ്യുന്നത്, കൊച്ചി കപ്പൽശാല. അവിടെ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലെ ഒരു ഷിപ്പ് റിപ്പയറിങ്ങിന് വന്നപ്പോൾ അതിനകത്തെ ഒരു ഉദ്യോഗസ്ഥൻ മജീഷ്യൻ അഹമ്മദ് ഷാ, കൽക്കട്ട സ്വദേശിയാണ്. അപ്പം അദ്ദേഹമായി പരിചയപ്പെടാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഷോ അന്ന് ഞങ്ങൾ റിക്രിയേഷൻ ക്ലബ്ബിലുണ്ടായിരുന്നു. അതേ ദിവസം തന്നെ ഞാനൊരു ആർട്ടിസ്റ്റ് കൂടിയാണ്, എൻ്റെ ഒരു പെയിൻറ്റിങ് എക്സിബിഷൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് പെയിൻറ്റിങ് വളരെ ഇഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ആർട്ടിസ്റ്റുകളൊക്കെ, ചിത്രം വരയ്ക്കുന്നവർക്കൊക്കെ മാജിക്ക് പെട്ടെന്ന് പഠിക്കാൻ കഴിയും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ക്യാബിൽ ഞാൻ പോവുകയും പരിചയം കൂടുതലാവുകയും അദ്ദേഹം ഒരു ട്രിക്ക് എന്നെ പഠിപ്പിക്കുകയും ചെയ്തു. അതാണ് എൻ്റെ തുടക്കം. എന്ത് ട്രിക്കായിരുന്നു അദ്ദേഹം പഠിപ്പിച്ചത്? അതൊരു ചിപ്പ് കൊണ്ടുള്ള ഒരു ഐറ്റമാണ്. കാസിനോ എന്നാണ് അതിൻ്റെ പേര്. അതായത് ഗാംബ്ലിങ്ങിന് കാസിനോയിൽ ചെല്ലുമ്പോൾ $10 കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ 50 ആക്കാം, അത് പിന്നീട് എങ്ങനെ 500 ആക്കാം എന്നുള്ളതാണ് എൻ്റെ റിസൾട്ട്. അതായത് 10 എന്ന് എഴുതിയിരിക്കുന്ന ഒരു ചിപ്പ് 2 ചിപ്പുകൾ നമ്മൾ കൂട്ടിച്ചേർത്ത് തുറക്കുമ്പോൾ അത് 50 ആവുന്നു. 50 എന്ന് എഴുതിയിരിക്കുന്ന ചിപ്പുകൾ വീണ്ടും കൂട്ടി ചേർത്ത് തുറക്കുമ്പോൾ വീണ്ടും 500 ആവുന്ന ഒരു വിദ്യയായിരുന്നു അത്. ക്ലോസപ്പ് ഐറ്റം തന്നെയായിരുന്നു അത്. അതിനുശേഷം എന്ന് തൊട്ടാണ് വളരെ ഗൗരവത്തോടു കൂടി പഠിച്ചു തുടങ്ങിയത്? ആദ്യമായിട്ട് ഷോ ഒക്കെ ചെയ്തൊക്കെ തുടങ്ങിയത് ഏതൊരു കാലഘട്ടത്തിലായിരുന്നു? അല്ല, ഇത് 80-ലാണ് ഇത് ഇങ്ങനെ സ്റ്റാർട്ടിങ്. അതിനുശേഷം ചൗവല്ല എന്നൊരു മജീഷ്യനെ പരിചയപ്പെട്ടു. അദ്ദേഹം കായംകുളം സ്വദേശിയാണ്. അദ്ദേഹമാണ് എനിക്ക് ഒരു പ്രോഗ്രാം നടത്താൻ പാകത്തിന് ചില വിദ്യകൾ പഠിപ്പിച്ചു തന്നത്. ഏതാണ്ട് 82 കാലഘട്ടത്തിൽ തന്നെ സ്റ്റേജ് പ്രോഗ്രാം ചെയ്തു തുടങ്ങി. ഇനി പ്രേക്ഷകർക്കായി ഇപ്പോൾ ഒരു ട്രിക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമോ? എത്തിക്സിനൊക്കെ വിരുദ്ധമാണെന്നറിയാം, എന്നാൽ പോലും നമ്മളുടെ പ്രേക്ഷകരുടെ ഒരു താല്പര്യം മുൻനിർത്തി ഒരു ട്രിക്ക് ഇപ്പോൾ പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? സാധാരണ മാജിക്കിൻ്റെ എത്തിക്സ് അനുസരിച്ച് ഇങ്ങനെ ഇത് പഠിപ്പിക്കാറില്ല. എങ്കിലും ഇതെന്നോടിങ്ങനെ സ്നേഹപൂർവ്വം ആവശ്യപ്പെട്ട കാരണം ഒരു വിദ്യ ഞാനിപ്പോൾ പഠിപ്പിക്കാം. അതായത് ഞാൻ തൊട്ട് മുമ്പ് കാണിച്ച കൈരളി എന്നെഴുതിയ പേപ്പർ സ്ട്രിപ്പ് കീറി വീണ്ടും ഒന്നാക്കുന്നൊരു വിദ്യ തന്നെയാണ് പഠിപ്പിക്കാൻ പോകുന്നത്. ലോകത്തൊരു മജീഷ്യൻ മാത്രമല്ല, ആർക്കും തന്നെ ഒരു കീറിയ പേപ്പർ വീണ്ടും സ്ഥിതിയിൽ ആക്കുവാൻ സാധിക്കുകയില്ല. പക്ഷേ അതിന് ചില ടെക്നിക്സ് ആവശ്യമുണ്ട്. എങ്ങനെയാണെന്ന് നോക്കുക. ഇതുപോലെ ഒരേപോലത്തെ 2 പേപ്പർ സ്ട്രിപ്പ് വേണം. ഇവിടെ ഓണം എന്നെഴുതിയിരിക്കുന്ന പേപ്പറാണിത്, മറ്റൊരു ഓണം എന്നെഴുതിയിരിക്കുന്ന പേപ്പർ. അപ്പം ഇത് ആദ്യം ഈ ഓണം എന്നെഴുതിക്കുന്ന ഒരു പേപ്പർ പതുക്കെ ഒന്ന് ചുരുട്ടുക. ഇതുപോലെ പതുക്കെ മടക്കി എടുക്കുക. ഇതുപോലെ അങ്ങനെ മടക്കി ഇത്രയതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ മടക്കി കഴിഞ്ഞാൽ ഇത്ര ഒരു പീസായി. ഈ പീസ് ഇവിടെ ഈ കൈവെള്ളയിൽ ഇങ്ങനെ വെക്കുക. ഇത് പാമിങ് എന്ന് പറയും. അതിനുശേഷം മറ്റേ പീസ് എടുക്കുക ഇങ്ങനെ. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും പറയാനുള്ളതൊക്കെ പറഞ്ഞതിന് ശേഷം പതുക്കെ ഇത് കീറുക. ഇങ്ങനെ വീണ്ടും കീറുക. ഒന്നുകൂടി കീറുക. ഇത്രയും കീറിക്കഴിഞ്ഞാൽ വീണ്ടും ഒന്നുകൂടി മടക്കുക. ഇത് വീണ്ടും ചെറുതായി വീണ്ടും മടക്കുക.
ഒന്നുകൂടി വീണ്ടും മടക്കുക, വീണ്ടും മടക്കുക, എന്നിട്ട് അബ്രക്കഡബ്ര ഫോക്കസ് ഫോക്കസ്. ഇപ്പോൾ ശ്രദ്ധിച്ചിരുന്നവർക്ക് ഒരു സംഗതി മനസ്സിലായിട്ടുണ്ടാകും. എന്തായിരിക്കും മനസ്സിലാവുക? ഈ പേപ്പർ സ്ട്രിപ്പുകൾ പരസ്പരം മാറിയിരിക്കുകയാണ്. കീറിയത് അകത്തോട്ട് പോയി, കീറാത്തത് പുറത്തേക്ക് വന്നു. അതിനുശേഷം പതുക്കെ പതുക്കെ ഇത് നിവർത്തി നിവർത്തി കാണിക്കുക. ഇങ്ങനെ നിവർത്തി കാണിക്കുക. ഇപ്പോൾ എല്ലാവരും ഒരു മാജിക്ക് പഠിച്ചിരിക്കുകയാണ്. അപ്പോൾ നല്ല നല്ല കൈയടി നമുക്ക് കിട്ടും. ആ കൈയടി കിട്ടുമ്പോൾ നമ്മളിങ്ങനെ കൈ വീശും. കൈ വീശുമ്പോൾ എന്തായിരിക്കും? ഈ കീറിയ പേപ്പർ കാണും. അപ്പോൾ എന്ത് ചെയ്യണം? വെറുതെ അവിടെ ബേജാറാവരുത്. പതുക്കെ ഈ കീറിയ പേപ്പർ പതുക്കെ ഈ കയ്യിലെടുക്കണം. എന്നിട്ട് ഇങ്ങനെ നിവർത്തി കാണിക്കണം. നിവർത്തി 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 ഇങ്ങനെ കാണിക്കണം. ഓക്കെ, താങ്ക് യു. അതിന് തീർച്ചയായും കയ്യടി കിട്ടേണ്ടത് തന്നെയാണ്. ഞങ്ങളെ പഠിപ്പിക്കാനാന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമതൊരു മാജിക് കൂടെ കാണിച്ചു. വളരെ സന്തോഷം. ഇനി നമ്മൾ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാൻ നേരത്ത് ഇപ്പോൾ പറഞ്ഞു മാജിക് എങ്ങനെ ചെയ്തു, നമുക്ക് ഇങ്ങനെ കയ്യടി കിട്ടുമ്പോൾ നമ്മൾ കയ്യടി കിട്ടി, കൈവീശി കാണിച്ചു. പക്ഷെ എന്നാലും അബദ്ധമൊന്നും പറ്റിയില്ല. അത് തുറന്ന് കാണിച്ചപ്പോഴും കീറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് രക്ഷപ്പെടാനുള്ള വഴികളും ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ഏതെങ്കിലും ഒരു അവസരത്തിൽ ഇപ്പൊ 10-35 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, എപ്പോഴെങ്കിലും അബദ്ധം പറ്റോ, രസകരമായിട്ടോ തമാശയായിട്ടോ അതോ ഇനി കുറച്ച് വിഷമം തോന്നുന്നതായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഒരു മജീഷ്യൻ എന്നതിൽ അത്തരം അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു രസകരമായ അനുഭവം എന്ന് പറയുന്നത് ഒരു 5 വർഷം മുൻപാണ്. കുമ്പളങ്ങിയിൽ, എറണാകുളത്ത് കുമ്പളങ്ങിയിൽ ഒരു സ്ഥലത്ത് ഒരു റിസോർട്ടിൽ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ ബ്ലൈൻഡ് ഫോൾഡ് ഐറ്റം ചെയ്യാറുണ്ട്. അതായത് ഒരു കുട്ടിയെ വിളിച്ചു വരുത്തി ഹിപ്നോട്ടൈസ് ചെയ്ത് കിടത്തി ആ കുട്ടിയുടെ പുറത്തൊരു തുണി വിരിച്ചിട്ട് എൻ്റെ കണ്ണ് കെട്ടും. ഗോതമ്പ് മാവും സ്ട്രിപ്പൊക്കെ വെച്ച് നന്നായിട്ട് കണ്ണ് മൂടി കെട്ടിയിട്ട് ഓഡിയൻസിൽ നിന്ന് ഒരാളെ വിളിച്ചിട്ട് ഒരു 4-5 ഓറഞ്ച് എടുത്ത് ഈ കുട്ടിയുടെ പുറത്ത് വിരിച്ചിരിക്കുന്ന തുണിയിൽ വെക്കും. അതിനുശേഷം ഞാൻ ഈ കത്തിയെടുത്ത് മാജിക് വാൻഡുടെ സഹായത്തോടെ ഇത് കുത്തി എടുക്കുന്നതാണ് ഐറ്റം. അപ്പോൾ അങ്ങനെ ഒരെണ്ണം കുത്തി 2 എണ്ണം കുത്തി നമ്മൾ ആ ഭീകരത കൂട്ടുന്നതിന് വേണ്ടി കുട്ടിയുടെ മുഖത്തോട്ടൊക്കെ വെറുതെ ഒന്ന് ഇങ്ങനെ ആക്ഷൻ കാണിക്കും. അപ്പോൾ ഈ കുട്ടി മയങ്ങിയിട്ടില്ലായിരുന്നു. അവൻ കണ്ണു തുറന്ന് നോക്കിയിട്ട് എന്നോട് പറയാൻ, അങ്കളെ അവിടെ അല്ല, അങ്ങോട്ട് മാറി കുത്താനും. അത് കഴിഞ്ഞ് വീണ്ടും കുത്തുമ്പോൾ വീണ്ടും ഞാൻ ഒന്നുകൂടി ഇവൻ്റെ മുഖത്തോട്ട് വെറുതെ ആക്ഷൻ കാണിച്ചപ്പോൾ ഇവൻ അത് ഒന്നും പറഞ്ഞില്ല. മറിച്ച് ഇവൻ ചെയ്ത് എന്നെ കത്തിയെ പിടിച്ച് ഓറഞ്ചോട്ടും കുത്തുക ചെയ്തു. അത് വലിയ രസകരമായ ഒരു അനുഭവമായിരുന്നു എൻ്റെ ഇത്രയും വർഷത്തെ ഈ മാജിക് ജീവിതത്തിനിടയിൽ. എല്ലാവരും ചിരിച്ചുപോയി. ഭീകരത നിറഞ്ഞ ഒരു ഐറ്റം ആണെങ്കിൽ പോലും ഇത് കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും ചിരിച്ചുപോയി. അതാണ് ഒരു രസകരമായ ഒരു അനുഭവം. ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും. ഇപ്പോൾ മാജിക്കുമായി ബന്ധപ്പെട്ട പല പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെ കുറിച്ച് പറഞ്ഞു. അവയർനെസ് പ്രോഗ്രാംസ് സംഘടിപ്പിക്കാറുണ്ടെന്ന് പറഞ്ഞു, അനുസ്മരണ ചടങ്ങുകൾ. അതുമാത്രമല്ല എനിക്കൊന്ന് കൺവെൻഷൻസും നടത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ, ദേശീയ സംസ്ഥാന തലത്തിലൊക്കെ. അതെ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? കൺവെൻഷൻസ് ഉണ്ട്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 1999 ഓൾ ഇന്ത്യ കൺവെൻഷൻ എറണാകുളത്ത് സംഘടിപ്പിച്ചു. ഓൾ ഇന്ത്യ കൺവെൻഷൻ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മജീഷ്യന്മാർ എത്തും. എറണാകുളത്ത് ഫൈൻ ആർട്സ് ഹാളിൽ വെച്ചായിരുന്നു. 3 ദിവസത്തെ കൺവെൻഷനായിരുന്നു. 3 ദിവസത്തെ കൺവെൻഷൻ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ദിവസം എസ്കേപ്പ് ആക്റ്റുകളാണ് നടത്തുന്നത്. പ്രശസ്തരായ മജീഷ്യന്മാരെ കൊണ്ടുവന്നുള്ള എസ്കേപ്പ് ആക്റ്റുകൾ സംഘടിപ്പിക്കും. പിന്നെ മാജിക് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അന്ന് ഈ ഇന്ത്യൻ റോപ്പ് ട്രിക്ക് എന്ന് പറയുന്ന ഒരു പ്രശസ്തമായ ഭാരതത്തിൻ്റെ തനതായ ഒരു രൂപം അവിടെ അരങ്ങേറിയിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ ബാസ്ക്കറ്റ് മാങ്കോട്രി എന്ന് പറയും. ഇന്ത്യയുടെ തനതായ ഒരു ജാലവിദ്യ രൂപമാണ്. മാങ്ങാണ്ടി കുഴിച്ചിട്ട് ബാസ്ക്കറ്റ് കമഴ്ത്തുന്നു, തുറന്ന് വിക്ഷേപങ്ങൾക്ക് ശേഷം തുറന്നു നോക്കുമ്പോൾ മാവ് മുളച്ച് വരുന്നു, വീണ്ടും കൊട്ടയിട്ട് മൂടുന്നു, ആക്ഷന് ശേഷം തുറക്കുമ്പോൾ മാവ് കുറച്ചുകൂടി വലുതായി, വീണ്ടും 3ാമത്തെ സ്റ്റെപ്പിൽ ഇത് മൂടി തുറക്കുമ്പോഴത്തേക്കും മാവ് വളർന്ന് മാങ്ങ ഉണ്ടായി നിൽക്കുന്ന ഒരു ഐറ്റമാണ്. വലിയ അത്ഭുതം ജനിപ്പിക്കുന്ന ഒരു ഐറ്റമാണത്. അത് ഞങ്ങൾ അന്ന് അവിടെ കളിപ്പിച്ചിരുന്നു. അതുപോലെ നിരവധി പ്രോഗ്രാംസ് എല്ലാം അതിനകത്തുണ്ട്. ഇപ്പോഴും അങ്ങനെ വർഷം തോറും കൺവെൻഷൻസ് നടത്താറുണ്ടോ? സാധാരണ ഒരാൾക്ക് വന്ന് പങ്കെടുക്കാമോ അത്തരം കൺവെൻഷനുകളിലൊക്കെ? എന്ന് വെച്ചാൽ കാണാനും ഈ മേഖലയിലോട്ട് താല്പര്യമുള്ളവർക്കായിട്ട് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ പുസ്തകങ്ങളോ അത്തരം പരിപാടികളൊക്കെ ഉണ്ടാവാറുണ്ടോ? അല്ല, കൺവെൻഷനുകൾ എല്ലാ വർഷവും നടത്തുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മാന്ത്രിക മുത്തച്ഛൻ്റെ എങ്ങനെ
സാധാരണ ഒരാൾക്ക് ഇത്തരം പരിപാടികളിൽ വന്ന് കാണാനും പങ്കെടുക്കാനും അത് മാത്രമല്ല അവർക്കായിട്ട് ഇപ്പോൾ പുസ്തകങ്ങളോ അതുപോലെ മാജിക് പഠിക്കാനുള്ള എന്തെങ്കിലും മറ്റ് എക്യുപ്മെന്റ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിന്റെ പ്രദർശനമൊക്കെ ഉണ്ടാവാറുണ്ടോ? ഇത് കൺവെൻഷൻ വേദിയിലേക്ക് മജീഷ്യന്മാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. പിന്നെ വൈകിട്ട് ഗാലാ ഷോ ഉണ്ടായിരിക്കും. ഗാലാ ഷോയിൽ പബ്ലിക്കിന് പ്രവേശനം ഉണ്ടായിരിക്കുന്നതാണ്. കാരണം പകൽ ഉള്ള പരിപാടി എന്ന് വെച്ചാൽ മാജിക് ക്ലാസ് ഉണ്ടാകും. ഒരു കാരണവശാലും മജീഷ്യൻ്റെ ബാഡ്ജില്ലാത്ത ഒരാളെയും പ്രവേശിപ്പിക്കുന്നതല്ല. അതുപോലെ തന്നെ അവിടെ മാജിക് ഗുഡ്സിൻ്റെ സ്റ്റാൾ ഉണ്ടായിരിക്കും. സ്റ്റാളിൽ നിന്ന് സാധനം വാങ്ങിക്കാൻ മജീഷ്യന്മാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. പബ്ലിക്കിനവിടെ പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല, നിർബന്ധമാണത്. വൈകിട്ട് ഒരു 6 മണിക്ക് ശേഷം മിക്കവാറും ഗാലാ ഷോ എന്ന് പറയുന്നത് പൊതുജനങ്ങൾക്ക് വേണ്ടി മജീഷ്യന്മാർക്ക് വേണ്ടിയുള്ള ശരിക്കുള്ള മാജിക് ഷോ ഇത് കാണുന്നതിന് വേണ്ടി പൊതുജനങ്ങൾക്ക് അവസരം കൊടുക്കുന്നതാണ്. അല്ലാതെ പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല. ബുക്കുകളൊന്നും ലഭിക്കുന്നതല്ല പബ്ലിക്കിന് വേണ്ടി. മാജിക് പഠിപ്പിച്ചൊക്കെ കൊടുക്കാറുണ്ടോ എന്ന് പറഞ്ഞാൽ ക്ലാസ്സസ് ആയിട്ട്? ഇപ്പോൾ നമുക്കങ്ങനെ ഇപ്പോൾ മാജിക് അക്കാഡമി ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുപോലെ തന്നെ പുതുതായിട്ട് താല്പര്യമുള്ള ആൾക്കാരിലേക്ക് ഇത് പഠിപ്പിച്ചൊക്കെ കൊടുക്കാറുണ്ടോ? അതെ 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 മാജിക് സൊസൈറ്റിയുടെ കീഴിലുള്ള മാജിക് ക്ലാസ് ഇടയ്ക്കിടയ്ക്ക് നടത്താറുണ്ട്. താല്പര്യമുള്ളവരെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകൾ നടത്താറുണ്ട്. തീർച്ചയായും. അതുമാത്രമല്ല ഈ മലയാളി മജീഷ്യൻ അസോസിയേഷൻ ഒരു സംഘടന വന്നതിന് ശേഷം ഈ കുറച്ച് എത്തിക്സ് മുറുകെ പിടിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആവശ്യമില്ലാതെ അതായത് വെറുതെ ഒരു ചെറിയ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പഠിപ്പിക്കുന്ന രീതിയിൽ നിന്ന് മാറിയിട്ട് നല്ല താല്പര്യമുള്ളവരെ മാത്രം പഠിപ്പിക്കുക. ആവശ്യമില്ലാത്ത സാധനങ്ങൾ വിൽക്കുന്ന ഒരു രീതിക്ക് ഒരു നിയന്ത്രണം കൊണ്ടുവരിക. അങ്ങനെ പല പല കാര്യങ്ങളും ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നുണ്ട്. അത് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ്.